നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്തെ നിങ്ങൾ സാധനം മേടിക്കാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കയ്യിൽ ഒരു ചാക്കോ ഒരു സഞ്ചിയോ കൂടെ കൊണ്ടുവരണം. അല്ലാതെ കടയിൽ ചെന്ന് സാധനം വാങ്ങിയിട്ട് ചേട്ടാ ഒരു കവറിലിട്ട് തരാൻ പറഞ്ഞാൽ അവരാരും തരില്ല. കാരണം പ്ലാസ്റ്റിക് കവർ ഏതെങ്കിലും കടയിൽ വെച്ച് കഴിഞ്ഞാൽ 25,000 50,000 രൂപയാണ് വെറ്റി അടിച്ചു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരാരും കവർ വയ്ക്കൂല. നമ്മൾ സാധനം എല്ലാം വാങ്ങിയതിന് ശേഷം പൈസയും കൊടുത്തിട്ടാണ് ഈ സാധനം തിരിച്ച് കവറിലിട്ട് അവർ തരാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് തരാൻ കവറില്ല. പിന്നെ എങ്ങനെ കൊണ്ടുവരും? അതാണ് ഇപ്പം തിരുവനന്തപുരത്തുള്ള ഒരു വിഷയം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വരുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഏത് സാധനമാണ് പ്ലാസ്റ്റിക്കിൽ വരാത്തത്? വാഹനങ്ങൾ വാങ്ങിച്ചാൽ അതിലുമുണ്ട് പ്ലാസ്റ്റിക്. അതേപോലെ തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നു, അതിൽ പ്ലാസ്റ്റിക് ഇല്ലേ? അതും പ്ലാസ്റ്റിക്കിലൊക്കെ തന്നെ വരുന്നത്. പിന്നെ കൊച്ചു കുട്ടികളുടെ മൂലത്ത് കെട്ടുന്നത് എന്തിനാണ്? പ്ലാസ്റ്റിക് അല്ലേ? അതിലും ഉണ്ട് പ്ലാസ്റ്റിക്. ഇതിലെല്ലാത്തിലും പ്ലാസ്റ്റിക് ഉണ്ട്. മദ്യം വാങ്ങുന്നു, പ്ലാസ്റ്റിക് കുപ്പിയിലല്ലേ വാങ്ങുന്നത്. അപ്പം പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കുന്നത്. ആരും കുപ്പിയിലല്ല ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നത്, പ്ലാസ്റ്റിക് തന്നെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കടയിൽ പാക്കിങ്ങിൽ ഇരിക്കുന്നതെല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിലല്ലേ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, മരുന്ന് ഉൾപ്പെടെ. പിന്നെ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ കടയിലിരിക്കുന്ന കവറിന് ബെറ്റി അടിച്ച് 25,000 50,000 രൂപ ബെറ്റി അടിച്ചിട്ട് അതൊന്നും ന്യായമൊന്നും അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് ഒന്നും പാടില്ല. എല്ലാ ടാക്സും കീഴ്സും കൂസും ഒന്നും കിട്ടൂലല്ലോ. എല്ലാം അങ്ങ് നിർത്തണം, മരുന്ന് ഉൾപ്പെടെ. അതാണ് നല്ലത്. കാരണം പാവങ്ങൾ എന്തിനാണ്? ചിലപ്പം ഒരു പഴക്കടയായിരിക്കും, അവിടെ നിന്ന് നമുക്ക് 1 കിലോ പഴം വാങ്ങിക്കണം. നമ്മൾ എങ്ങനെ കൊണ്ടുവരും? പഴുത്ത പഴമാണ്. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം വാങ്ങി വെച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് അവസ്ഥ. കാരണം ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്ക് 1 കിലോ പഴം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ കാറിലല്ലല്ലോ പോളെങ്കിൽ കാറിലകത്ത് എടുത്തിടാന്ന്. നമ്മളൊരു ബൈക്കിൽ പോകുമ്പം 1 കിലോ പഴം മാറ്റാൻ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? മടിയിൽ വെച്ചോണ്ട് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം മാറ്റാൻ നമുക്ക് മടിയിൽ വെച്ചോണ്ട് വരാമോ? ചെറിയ സാധനമാണെങ്കിൽ വയ്ക്കാം. കഞ്ചാവോ മയക്കുമരുന്നൊക്കെ ആണെങ്കിൽ മടിയിൽ വെച്ചോണ്ട് വരാം. ഇതേപോലെ കൂടിയ വലിയ സാധനങ്ങളൊക്കെ മാറ്റാൻ നമ്മൾ എങ്ങനെ വെച്ചോണ്ട് വരും? അപ്പൊ ഇതൊക്കെ കൊണ്ട് എങ്ങനെയും പ്ലാസ്റ്റിക് നിർത്തുന്നത് നല്ലതാണ്. നിർത്തുന്ന ആൾക്കാർ ഒന്ന് ആലോചിക്കണം. വീട്ടിൽ കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്, അവരെ മൂലത്ത് കെട്ടുന്നതും പ്ലാസ്റ്റിക്കാണ്. അതെല്ലാം ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ടാണെങ്കിൽ കൊച്ചുങ്ങൾ തൂറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകി തുണി കൊണ്ട് തുടച്ച് എടുക്കും, കോണം കെട്ടി കൊടുക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പോ വലിയ സെറ്റപ്പാണ്. അതെല്ലാം പ്ലാസ്റ്റിക്കിൽ വരുന്ന സാധനങ്ങളാണെന്നുള്ള കാര്യം ഓർത്താൽ നന്നായിരിക്കും. എന്തിനു പറയുന്നു? കുട്ടി ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ഇടുന്ന സാധനം വരെ പ്ലാസ്റ്റിക്കാണ് എന്ന് ഓർത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമസ്കാരം.